സോളിഡാരിറ്റി സമ്മേളനം ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ്. കേരളം ഈ സമ്മേളനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. വികസനത്തിന് ഒരു തിരുത്ത് എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. ആദർശ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് കേരളം ആഘോഷപൂർവം കൊണ്ടാടുകയാണ്. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നേരിന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നേരിന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. നന്മയിൽ വിശ്വസിക്കുന്ന യുവത്വമാ മൂന്നു വർണ്ണ കൊടിയേറ്റുവാങ്ങി നാടുണർത്തിയിടുവാനുച്ചം വിളിക്കുന്നു. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. നാട്ടുവെളിച്ചം കെടാതെ സൂക്ഷിക്കുവാൻ ചോര തുടിക്കുന്ന കൈകളുണ്ട്. നാട്ടുവെളിച്ചം കെടാതെ സൂക്ഷിക്കുവാൻ ചോര തുടിക്കുന്ന കൈകളുണ്ട്. പാളയിലേക്ക് സധീരം നടക്കുവാൻ കാലുകൾക്കേറെ കരുത്തുമുണ്ട്. പാളയിലേക്ക് സധീരം നടക്കുവാൻ കാലുകൾക്കേറെ കരുത്തുമുണ്ട്. നീതികേടിൻ പെരും കോട്ട തകർക്കുവാൻ വാക്കിന്റെ ആയുധം നാവിലുണ്ട്. നീതികേടിൻ പെരും കോട്ട തകർക്കുവാൻ വാക്കിന്റെ ആയുധം നാവിലുണ്ട്. നേരിലേക്കെത്തുവാൻ പൂർവികന്മാർ പണ്ട് താണ്ടിയ പാതകൾ ഓർമ്മയുണ്ട്. നേരിലേക്കെത്തുവാൻ പൂർവികന്മാർ പണ്ട് താണ്ടിയ പാതകൾ ഓർമ്മയുണ്ട്. ആത്മവിശ്വാസത്തോടുച്ചം വിളിക്കുക സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നേരിന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർക്കിനി കുഞ്ഞനൂജ്. വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർക്കിനി കുഞ്ഞനൂജ്. വേലിപ്പുറത്തേക്കു മാറ്റി നിർത്തിയ പാവങ്ങൾ ഞങ്ങൾക്ക് ഉറ്റതോട്. വേലിപ്പുറത്തേക്കു മാറ്റി നിർത്തിയ പാവങ്ങൾ ഞങ്ങൾക്ക് ഉറ്റതോട്. വഞ്ചിതരായി പിടയുന്ന പെണ്ണുങ്ങളൊക്കെയും ഞങ്ങളുടെ നേരെ പെങ്ങൾ. വഞ്ചിതരായി പിടയുന്ന പെണ്ണുങ്ങളൊക്കെയും ഞങ്ങളുടെ നേരെ പെങ്ങൾ. നെഞ്ചിൽ തറച്ചത് പന്തങ്ങളായി കാലം ജയിക്കാൻ വരുന്നു ഞങ്ങൾ. നെഞ്ചിൽ തറച്ചത് പന്തങ്ങളായി കാലം ജയിക്കാൻ വരുന്നു ഞങ്ങൾ. ആദ്യം നടുങ്ങുമാറുച്ചം വിളിക്കുക സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്
ഈ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടത്താൻ തീരുമാനിച്ചത് പാലക്കാട് സാമ്രാജ്യത്തിനെതിരെ ശക്തമായ സമരം പ്ലാച്ചിമടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സാമ്രാജ്യത്തിനെതിരെ ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു സമരം പ്ലാച്ചിമടയിലെ അതും സാധാരണക്കാരായ ആദിവാസികളിൽ നിന്ന് രൂപപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ആ സമരത്തിന് പിന്തുണ കൊടുക്കുകയും ആ സമരത്തിന് ഒരു പിന്തുണ എന്ന നിലക്ക് തന്നെ പാലക്കാട് വെച്ച് സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. കേരളത്തിലെ ജനങ്ങൾ സോളിഡാരിറ്റിയെ സ്നേഹിക്കുന്നു. സോളിഡാരിറ്റി മുന്നോട്ട് വെച്ച എല്ലാ പരിപാടികളും അവർ വിജയിപ്പിച്ചു. നമ്മുടെ ആത്മാർത്ഥതയെ ചുമലിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചു. യുവാക്കളായാൽ ഇങ്ങനെ വേണമെന്ന് അവർ സ്വകാര്യം പറഞ്ഞു. നമ്മളിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചു. ശത്രുക്കൾ പോലും അടവുകൾ മാറ്റിത്തുടങ്ങി. എതിർക്കുന്നതിനു പകരം നമ്മുടെ അജണ്ടകൾ യുവജന സംഘടനകൾ ഏറ്റെടുക്കുന്നു. നമുക്ക് സന്തോഷമുണ്ട്. ദൈവമേ സ്തുതി. നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. വിജയം കൊണ്ടും പെരുപ്പം കൊണ്ടും നീ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. യോഗ്യരായി നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു. എല്ലാം നിന്നിൽ അർപ്പിച്ച് മുന്നോട്ട്. മലമറിക്കാൻ പോന്ന ആവേശം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. സഹപ്രവർത്തകരെ നന്ദി. പരിപാടികൾക്ക് പിറകെ പരിപാടികൾ, സമരങ്ങൾക്ക് പിറകെ സമരങ്ങൾ, സമയനഷ്ടം, സാമ്പത്തിക ഭാരം. നിങ്ങൾ പരാതി പറഞ്ഞില്ല. എല്ലാം ആവേശത്തോടെ ഏറ്റെടുത്തു. തൊട്ടതെല്ലാം വിജയിപ്പിച്ചു. ശത്രുവിനെ കൂസാത്ത നിങ്ങളുടെ ആ നിൽപ്പുണ്ടല്ലോ, അധർമ്മത്തിനെതിരെ ഉയരുന്ന ആ മുഷ്ടിയുണ്ടല്ലോ, ആലംബഹീനർക്കു വേണ്ടി അലിയുന്ന ആ മനസ്സുണ്ടല്ലോ, ദൈവസ്മരണയിൽ കുനിയുന്ന ആ ശിരസ്സുണ്ടല്ലോ, ഇതെല്ലാം ഒത്തുചേർന്ന ആ വിപ്ലവ യൗവനമുണ്ടല്ലോ, അത് മതി കേരളത്തെ രക്ഷിക്കാൻ. ഏപ്രിൽ 23 പാലക്കാട് നമുക്ക് യുവത്വം കൊണ്ട് കവിത വരക്കണം. യുവജന ബഹുജന പങ്കാളിത്തം കൊണ്ട് മുഴക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട്, ശക്തി കൊണ്ട്, അച്ചടക്കം കൊണ്ട്, വിപ്ലവത്തുടിപ്പുകൊണ്ട് സമ്മേളനം ചരിത്രമാവണം. കേരളത്തെ പാലക്കാട്ടേക്കൊഴുക്കുവാൻ കൂടുതൽ ആവേശത്തോടെ അധ്വാനിക്കുക, കൂടുതൽ വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്ത് സ്വതന്ത്രരായ, നിഷ്പക്ഷരായ, സത്യമന്വേഷിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് നാം തെരഞ്ഞെടുത്തത് കേരളത്തിലെ ഏറ്റവും മർദ്ദിതരായ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും പീഡിതമായ, ഏറ്റവും മോശമായ ഒരു സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. സോളിഡാരിറ്റി വരുന്നു, വിമോചനത്തിന്റെ മുദ്രാവാക്യവുമായി വരുന്നു. ആ പാലക്കാടും പ്ലാച്ചിമടയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് സോളിഡാരിറ്റി പാലക്കാട്ടേക്ക് എന്ന് പറയുന്നത്. പ്ലാച്ചിമടയിലെ മർദ്ദിതരായ, പീഡിതരായ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരുപക്ഷെ ബഹുരാഷ്ട്ര സാമ്രാജ്യ കുത്തകയെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിന്റെ പ്രതീകമെന്ന നിലക്കാണ് ഇന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ പാലക്കാട്ടേക്ക് എന്ന് തീരുമാനിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാലക്കാട്ടേക്കുള്ള